ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി കേട്ടോ. അപ്പോൾ ദാ നമ്മളെ മാവ് നല്ലോണം നിറച്ച് വന്നിട്ടുണ്ട്. അരി ഉഴുന്നും കഴുകിയിട്ട് വെള്ളത്തിലിട്ടതിന് ശേഷം ആ വെള്ളം കൊണ്ടാട്ടോ ഞാൻ അരക്കൽ. അങ്ങനെ ചെയ്താൽ നല്ലോണം നിറച്ച് പൊങ്ങി വരും. ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കുക. ഇഡ്ഡലി തട്ടിൽ ബട്ടർ തേച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ ഇമ്മന്ന് വേഗം വേറിട്ട് കിട്ടും. ഇനി ചട്നി ഉണ്ടാക്കാനുള്ള തേങ്ങ ചിരവാട്ടോ. ചിരവല്ല, ഞാനിങ്ങനെ പൂണ്ടെടുക്കാം കേട്ടോ. ചിരവാൻ കുറേ ടൈം എടുക്കില്ലേ വിചാരിച്ചിട്ട് എളുപ്പപ്പണി ചെയ്യാനത്. ഞാനിങ്ങനെ തന്നെ ചെയ്യലിട്ടോ അധികം. അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുക്കുമ്പോഴൊക്കെ ഞാനിതാ ചെയ്യൽ. അല്ലാത്തതിനൊക്കെ പിന്നെ ചിരവി എടുക്കും. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള വെള്ളം തിളക്കുമ്പോഴത്തേന് നമ്മൾ തേങ്ങ ചിരവലും കഴിഞ്ഞ് കിട്ടും. സമയം 1 മിനിറ്റ് പോലും നമ്മൾ വെറുതെ കളയരുത്. ഇനി തേങ്ങ മിക്സിക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 ചെറിയ ഉള്ളിയും പിന്നെ ഒരു വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു വറ്റൽമുളക് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഇടാനാണ് കേട്ടോ. അപ്പോൾ ആ മുളകൊന്ന് പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മറ്റേത് അവിടെ മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോഴത്തേന് ഇഡ്ഡലീൻ്റെ വെള്ളം തിളച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ടിൽ ബട്ടർ തേച്ച് കൊടുക്കുക. ഓയിൽ തേച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്ന് വേറിട്ട് കിട്ടാൻ നല്ല പണിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത് ബട്ടർ തേച്ചാൽ കിട്ടുമെന്ന്. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ബട്ടർ വാങ്ങി വെച്ചു. പിന്നെ എപ്പോഴും അതന്നെ കേട്ടോ ഉപയോഗിക്കൽ. ബട്ടർ ഞാൻ ഫ്രീസറിലാട്ടോ വെക്കൽ. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഒരു വട്ടം നാശമായി. അപ്പോൾ അതിന് ശേഷം ഫ്രീസറിൽ തന്നെ വെക്കലാണ് കേട്ടോ. അപ്പോൾ കേട് വരലില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ പുറത്തേക്ക് വെച്ചാൽ മതി കേട്ടോ. കുറച്ച് നേരത്തെ എടുത്ത് വെക്കുക. അപ്പോൾ അത് ഉരുകിക്കോളും കട്ടയായത്. ഈ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഫുൾ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. എന്നിട്ട് ഒന്ന് ആവി വരുന്നവരെ ആ ഫുൾ തീയിൽ തന്നെ ഇടുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സിമ്മിലിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് തേങ്ങയിൽ വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കുക. തേങ്ങ അരച്ചു കേട്ടോ. ഇനി ചട്നി ഉണ്ടാക്കാൻ എണ്ണ ചൂടാക്കുക. അതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കുക. എന്നിട്ട് നമ്മൾ അരച്ച തേങ്ങ അതിലേക്ക് ഒഴിക്കുക. ഉപ്പിട്ട് കൊടുക്കുക. തിളപ്പിക്കുക. തേങ്ങ തിളച്ച് വരുമ്പോൾ തീ ഓഫാക്കുക. നല്ലോണം തിളച്ച് മറിയണ്ട കേട്ടോ. ചെറുതായിട്ടും തിള വന്നാൽ മതി. ഞാനിങ്ങനെയാണ് ചട്നി ഉണ്ടാക്കൽ. നല്ല ടേസ്റ്റുള്ള ചട്നിയാണ് ഇട്ടത്. അപ്പോൾ അതാ ഇഡ്ഡലി കണ്ടോ വേഗം പെട്ടെന്ന് വേറിട്ട് കിട്ടുന്നുണ്ട്. ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യണില്ല. അത് ബട്ടർ തേച്ചതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. ഓയിലാണെങ്കിൽ ഇപ്പം അങ്ങനെ ഒട്ടിപ്പിടിക്കും. പിന്നെ സ്പൂണില്ലേ അതൊന്ന് നനച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത തട്ടിൽ ഇതേപോലെ ബട്ടറാക്കി കൊടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇന്നത്തെ മെയിനായിട്ടുള്ള ഐറ്റം വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടയ്ക്കേൻ്റെ പല ഐറ്റംസ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തേന് അതിൻ്റെ ഇടയിൽ അടുത്ത ഇഡ്ഡലി വെന്തു. അപ്പം ഇനി വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇഡ്ഡലി ചെമ്പ് കേട് നിൽക്കുകയാണ് കേട്ടോ. ഞെളുങ്ങിക്കുകയാണ്. അപ്പോൾ വേറൊരു ചെമ്പിലാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേന് ഇതാ ഈ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയത് ഒട്ടിപ്പിടിക്കണുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്നറിയില്ല. രണ്ടാമത് ഉണ്ടാക്കുമ്പോഴാണ് ഒട്ടിപ്പിടിക്കുന്നത്. ഇനി വെണ്ടക്ക നുറുക്കിയെടുക്കുക കേട്ടോ. ആദ്യം കറിക്കുള്ള വെണ്ടയ്ക്കയാണ് അരിയണത്. ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈരുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കാം. 2 വിസിലടിച്ചാൽ വെണ്ടക്ക വേവും. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചീനമുളകാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ ഇതാ തേങ്ങ, വെണ്ടക്ക കറിക്കുള്ള തേങ്ങ അരക്കുക. അതിലേക്ക് 2 ചെറിയ ഉള്ളിയും 1 സ്പൂൺ ചെറിയ ജീരകവും 1 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് അരക്കുക. ഇനി അവസാനമായിട്ട് കുറച്ചും കൂടി മാവ് ബാക്കിയുണ്ട്. അത് ഫുള്ളായിട്ട് ഇതിൽ ഒഴിച്ചിട്ട് ലാസ്റ്റത്തെ ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കി കൊടുക്കുക. ഇനി ബാക്കിയുള്ള വെണ്ടക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ വട്ടത്തിൽ. വെണ്ടക്കൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വട്ടത്തിൽ ഇങ്ങനെ കനം കുറച്ച് അരിയണം കേട്ടോ. ഇത് അച്ചാർ ഉണ്ടാക്കാനാണ് കേട്ടോ. വെണ്ടക്കച്ചാർ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. പുളി കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഫുള്ളായിട്ട് നുറുക്കിയെടുക്കുക.
ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇടുക. പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും. അത് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് എരി വേണമെങ്കിൽ കൂടുതലിടാം മുളക് പൊടി. പിന്നെ ഉപ്പ് ആവശ്യത്തിന് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇനി അത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് മറിയണം. അപ്പോൾ നമ്മൾ വെണ്ടക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കറിക്കുള്ള തേങ്ങ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. അപ്പോൾ അത് ആ വെണ്ടക്കയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ കറിക്ക് തേങ്ങ അരച്ചത് പാർന്ന് കൊടുക്കുക കേട്ടോ. മിക്സി ഒന്നും കൂടി ചുഴറ്റി പാരുന്നുണ്ട്. ഇനി കടുക് വറുത്ത് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അത് കറിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് അച്ചാറിൽ വെണ്ടക്ക വെന്തു. ഇനി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടണം കേട്ടോ. അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ വറ്റിച്ചെടുക്കണത്. പിന്നെ അതാ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കുകയാണ്. ഇനി പാത്രങ്ങളിലൊക്കെ വെള്ളം നിറച്ച് വെക്കും കേട്ടോ. അച്ചാറിൽ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടോ. അപ്പം ഇനി തീ ഓഫ് ചെയ്യാം. പിന്നെ അതാ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ആവശ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിത്തോലൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കും. പിന്നെ വൈകുന്നേരം ചെടികളെ ചോട്ടിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കും കേട്ടോ. ഇന്ന് ഉപ്പേരിയൊന്നുമില്ല കേട്ടോ. അതിന് പകരം കോളിഫ്ലവർ പൊരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലും തൊലിയൊക്കെ ഒന്ന് വേറെടുത്തെടുക്കുക. ഇതിൻ്റെ പകുതി ഉണ്ടാക്കണുള്ളൂ. ബാക്കി പകുതി അവിടെ എടുത്ത് വെക്കുകയാണ്. നാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് തിളച്ച് വരുമ്പോൾ ഈ ഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അതാ മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നാക്കണം. പിന്നെ തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഫ്ലവർ കഴുകിയിട്ടോ. എന്നിട്ട് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കോൺഫ്ലവറും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്യണത്. ചോറിന് തീ കത്തിച്ച് അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. മീൻ നന്നാക്കി കൊടുന്നു കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് വരഞ്ഞിട്ട് മസാല ഇടാം. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ലോണം കയ്യുമ്മേണ് തട്ടിയിട്ടോ. അതിൻ്റെ മുള്ള് ഭയങ്കര മുള്ളാണല്ലോ ഇതിന്. കയ്യുമ്മ തട്ടി മുറിയായി. ബാക്കി മസാലകളൊക്കെ പൊരിക്കുമ്പോഴാട്ടോ ചേർക്കണുള്ളൂ. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് പൊരിക്കുക. തവിടെണ്ണയിലാട്ടോ ഞാൻ പൊരിക്കണത്. അപ്പോഴേക്കിനും ചോറ് വെന്തു കേട്ടോ. അപ്പോൾ അത് ഊറ്റിയാണ്. ഇങ്ങനെ ചെയ്യണോണ്ട് എൻ്റെ പണികളൊക്കെ വേഗം ഒരുങ്ങണുണ്ട് കേട്ടോ. എന്താ അറിയോ, ഈ ചായയും കടി ആയതിൻ്റെ ഇടയിൽ തന്നെ ചോറ് വെക്കലും കറി ഉണ്ടാക്കലും മീൻ മസാല ഇടലും ഒക്കെ കഴിഞ്ഞ്. മീൻ പിന്നെ ചോറ് ഞാൻ നേരത്തെ പൊരിക്കുള്ളൂ മീൻ.
ആദ്യം ഫ്ലവർ ആട്ടോ പൊരിക്കണത്. അത് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ വേണം മീൻ പൊരിക്കാൻ. അപ്പോൾ മീനിക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതക്കണുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ചോറൂറ്റലും കഴിയണുണ്ട്. ഇനി ഫ്ലവർ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് കരിയും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. തീ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ പൊരിക്കണത്. അപ്പം നല്ലോണം ശ്രദ്ധിക്കും വേണം, ഇല്ലെങ്കിൽ വേഗം ഉണ്ട് കരിയാൻ. പിന്നെ തീ കൂട്ടി വെച്ച് പൊരിച്ചാലേ ഇത് നല്ലോണം മൊരിഞ്ഞ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമുക്കിത് കോരി മാറ്റാം. നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ചില ഭാഗമൊക്കെ ഇങ്ങനെ വെള്ള കളറായി കാണുന്നത് അതിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. അത് അത്ര തന്നെ മൊരിയുള്ളൂ. ഇനി അതിൽ എണ്ണയിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഇനി ആ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ മീൻ പൊരിക്കണം. ഇനി നമുക്ക് കിളിമീനാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഇത്. പക്ഷെ നന്നാക്കി എടുക്കാനാണ് ഭയങ്കര പണി. നല്ല മുള്ളുമാണ്. അതേപോലെ അതിൻ്റെ ആ ചെളുക്ക ഉണ്ടല്ലോ, നല്ലോണം ഉണ്ടാവും കേട്ടോ ചെളുക്ക. അതൊക്കെ ഒന്ന് കളഞ്ഞിട്ടാൻ ഭയങ്കര പണിയാണ്. ഫ്ലവർ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മീനൊരു ഭാഗം വെന്തു. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.